നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഒഴിവുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഉത്തരാഖണ്ഡിലെ റൂർക്കി IITയിൽ നോൺ ടീച്ചിങ് വിഭാഗത്തിൽ 139 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പരസ്യ വിജ്ഞാപന നമ്പർ IITR/RECT/2021/1. ഇതിൽ 133 ഒഴിവുകളുണ്ട്. ഏതൊക്കെ തസ്തികകളും ഒഴിവുകളും നോക്കാം. ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് ഒരു ഒഴിവ്, അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ ഒരു ഒഴിവ്, സ്പോർട്സ് കോച്ച് 6 ഒഴിവ്, ജൂനിയർ സൂപ്രണ്ട് 31 ഒഴിവ്, ജൂനിയർ സൂപ്രണ്ട് രാജ്ഭാഷ ഒരു ഒഴിവ്, ഫാർമസിസ്റ്റ് ഒരു ഒഴിവ്, ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് 52 ഒഴിവുകൾ, ജൂനിയർ അസിസ്റ്റൻ്റ് 39 ഒഴിവ്, ഡ്രൈവർ ഗ്രേഡ് 2 ഒരു ഒഴിവ്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് 250 രൂപയാണ്. ഓൺലൈനായാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. SC ST ഭിന്നശേഷി സ്ത്രീകൾ, IIT റൂർക്കിയിലെ സ്ഥിരം ജീവനക്കാർ എന്നിവരെ അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത പരസ്യ വിജ്ഞാപന നമ്പർ IITR/Establishment/2021/2. ഇതിൽ 6 ഒഴിവുകളാണുള്ളത്. ഏതൊക്കെയാണ് തസ്തികകളും ഒഴിവുകളും നോക്കാം. ഫിനാൻസ് ഓഫീസർ ഒരു ഒഴിവ്, ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ 2 ഒഴിവുകൾ, ഹിന്ദി ഓഫീസർ ഒരു ഒഴിവ്, അസിസ്റ്റൻ്റ് സ്പോർട്സ് ഓഫീസർ ഒരു ഒഴിവ്, സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒരു ഒഴിവ്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് 500 രൂപയാണ്. ഓൺലൈനായാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. SC ST ഭിന്നശേഷി സ്ത്രീകൾ, IIT റൂർക്കിയിലെ സ്ഥിരം ജീവനക്കാർ എന്നിവരെ അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 2 വിജ്ഞാപനങ്ങളിലുമുള്ള തസ്തികകളിലേക്ക് www.iitr.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 11. ബംഗളൂരു ITI ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ, ചീഫ് മാനേജർ PR, പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികകളിലായി 3 ഒഴിവുകളുണ്ട്. 5 വർഷ കാലയളവിലേക്കാണ് നിയമനം. മെയ് 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.itiltd.in. ജോധ്പൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 50 റെഗുലർ ഒഴിവിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. മെയ് 11 വരെ അപേക്ഷിക്കാം. ഒഴിവുകൾ: സീനിയർ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ലൈബ്രറി വിഭാഗം, ജൂനിയർ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേഷൻ, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബയോസയൻസസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, കെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മാത്സ്, ഫിസിക്സ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സെൻറ്റർ, കേസ് CAC ഈ ഭാഗങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക www.iitj.ac.in. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ ഗുഡ്ഗാവിലെ റൈറ്റ്സ് ലിമിറ്റഡ് 146 അപ്രൻറ്റീസ് ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 1 വർഷ പരിശീലനമാണ്. മെയ് 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏതൊക്കെയാണ് തസ്തികയും ഒഴിവുകളുമെന്ന് നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് 96 ഒഴിവുകളാണ്. ഏതൊക്കെയാണ് വിഭാഗങ്ങൾ നോക്കാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, M&C, കെമിക്കൽ, മെറ്റലർജി, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ BE അല്ലെങ്കിൽ BTech, മറ്റു വിഭാഗങ്ങളിൽ BA, BBA, BCom എന്നിവയിൽ ഏതെങ്കിലും ഒന്ന്. സ്റ്റൈപ്പൻഡ് 14,000 രൂപ. ട്രേഡ് അപ്രൻറ്റീസ് 35 ഒഴിവുകൾ. മോട്ടോർ മെക്കാനിക്കൽ, ഡീസൽ മെക്കാനിക്, വെൽഡർ, ഫിറ്റർ, ടർണർ, മെക്കാനിക്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് 2 വീലർ ഹെവി മെഷീൻ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ്, NCVTയും SCVTയും പരിഗണിക്കും. 10,000 രൂപയാണ് സ്റ്റൈപ്പൻഡ്. അടുത്തത് ഡിപ്ലോമ അപ്രൻറ്റീസ് 15 ഒഴിവുകൾ.
മെക്കാനിക്കൽ, M&C, കെമിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഡിപ്ലോമ. അതിൻ്റെ സ്റ്റൈപ്പൻഡ് 12,000 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക www.rites.com. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഡൽഹി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് 363 പ്രിൻസിപ്പൽമാരെ തിരഞ്ഞെടുക്കുന്നു. പരസ്യ വിജ്ഞാപന നമ്പർ 7/2021. SC 57 ഒഴിവുകൾ, ST 26 ഒഴിവുകൾ, OBC 106 ഒഴിവ്, EWS 34 ഒഴിവ്, ജനറൽ 140 ഒഴിവ് എന്നിങ്ങനെയാണ് സംവരണം ചെയ്തിട്ടുള്ള ഒഴിവുകൾ. പ്രായപരിധി 50 വയസ്സ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി upsconline.nic.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 13. കേന്ദ്ര ആണവോർജ മന്ത്രാലയത്തിന് കീഴിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ 337 ഒഴിവുകളുണ്ട്. ഇതിൽ 239 ഒഴിവുകൾ സ്റ്റൈപ്പൻഡറി ട്രെയിനികളുടേതാണ്. പരസ്യ വിജ്ഞാപന നമ്പർ IGCAR/02/2021. സ്റ്റൈപ്പൻഡറി ട്രെയിനി തസ്തികയിൽ 239 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായി അപേക്ഷിക്കണം. ഏതൊക്കെയാണ് തസ്തികകളും ഒഴിവുകളും നോക്കാം. സയൻറ്റിഫിക് ഓഫീസർ ഒരൊഴിവ്. മെറ്റലർജിയിൽ ബിടെക് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ് MSc, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് PhD എന്നിവയാണ് യോഗ്യത. 4 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 18 to 40 വയസ്സ്. അടുത്ത ടെക്നിക്കൽ ഓഫീസർ ഒരൊഴിവാണുള്ളത്. 60% മാർക്കോടെ കെമിക്കൽ, BE അല്ലെങ്കിൽ ബിടെക്. 18 to 40 ആണ് പ്രായപരിധി. അടുത്ത തസ്തിക സയൻറ്റിഫിക് ഓഫീസർ D ആണ്. 3 ഒഴിവുകളാണുള്ളത്. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ്, ഫിസിക്സ് അല്ലെങ്കിൽ മെറ്റലർജി എന്നീ വിഭാഗത്തിലായാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, PhD എന്നിവയാണ് യോഗ്യത. 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായം. അടുത്ത തസ്തിക ടെക്നിക്കൽ ഓഫീസർ C. 41 ഒഴിവുകളുണ്ട്. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. വിഷയവും അവയുടെ യോഗ്യതയും ഇനി പറയുന്നു. അറ്റ്മോസ്ഫറിക് സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയോളജി ഒരൊഴിവ്. അറ്റ്മോസ്ഫറിക് സയൻസ് മെറ്റീരിയോളജി MSc M.Tech ആണ് യോഗ്യത. അടുത്ത കെമിക്കൽ 3 ഒഴിവുകൾ, സിവിൽ 2 ഒഴിവ്, കമ്പ്യൂട്ടർ സയൻസ് 1 ഒഴിവ്, ഇലക്ട്രിക്കൽ 3 ഒഴിവ്, ഇലക്ട്രോണിക്സ് 6 ഒഴിവ്, ഇൻസ്ട്രുമെൻറ്റേഷൻ 2 ഒഴിവുകൾ, മെക്കാനിക്കൽ 17 ഒഴിവുകൾ, മെക്കാട്രോണിക്സ് 1 ഒഴിവ്, മെറ്റലർജി 3 ഒഴിവ്. ബന്ധപ്പെട്ട വിഷയത്തിൽ BE അല്ലെങ്കിൽ ബിടെക് ആണ് യോഗ്യത. കെമിസ്ട്രി 1 ഒഴിവ്. മാത്സും ഫിസിക്സും വിഷയമായി പഠിച്ച കെമിസ്ട്രി ബിരുദവും കെമിസ്ട്രി ബിരുദാനന്തര ബിരുദവുമാണ് യോഗ്യത. അടുത്തത് ഫിസിക്സ് 1 ഒഴിവ്. മാത്സും കെമിസ്ട്രിയും വിഷയമായി പഠിച്ച ഫിസിക്സ് ബിരുദവും ഫിസിക്സ് ബിരുദാനന്തര ബിരുദവുമാണ് അതിൻ്റെ യോഗ്യത. പ്രായപരിധി 18 to 35 വയസ്സ്. അടുത്ത തസ്തിക ടെക്നീഷ്യൻ B ക്രെയിൻ ഓപ്പറേറ്റർ 1 ഒഴിവാണ് നിലവിലുള്ളത്. സയൻസും മാത്സും വിഷയമായി പഠിച്ച SSCയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയമായി പഠിച്ച HSCയും ക്രെയിൻ ഓപ്പറേഷൻ സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായം. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3 4 ഒഴിവുകൾ. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSC തത്തുല്യം. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷിൽ മിനിറ്റിൽ 80 മിനിറ്റ് വേഗം. ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ മിനിറ്റിൽ 30 വാക്ക് വേഗവും ഉണ്ടായിരിക്കണം. 18 to 27 ആണ് പ്രായപരിധി. അടുത്ത തസ്തിക അപ്പർ ഡിവിഷൻ ക്ലർക്ക് അഥവാ UD ക്ലർക്ക് 8 ഒഴിവുകളാണുള്ളത്. ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ആണ് യോഗ്യത. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിൽ മിനിറ്റിൽ 30 വാക്ക് വേഗവും കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സിംഗ് പരിജ്ഞാനവും അഭിലഷണീയം. 18 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്തത് ഡ്രൈവർ 2 ഒഴിവുകൾ. 10ാം ക്ലാസ് അല്ലെങ്കിൽ SSC ലൈറ്റ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. മോട്ടോർ മെക്കാനിസത്തിൽ അറിവുണ്ടായിരിക്കണം. 18 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്ത സെക്യൂരിറ്റി ഗാർഡ് 2 ഒഴിവുകൾ. SSC പാസ് അല്ലെങ്കിൽ സേനയിൽ നിന്നുള്ള തത്തുല്യം സർട്ടിഫിക്കറ്റ്.
ഫിസിക്കൽ യോഗ്യതാ പരീക്ഷ പാസ്സാകണം. 18 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്ത തസ്തിക വർക്ക് അസിസ്റ്റൻറ്റ് BAR-EA 20 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ SSC 18 to 27 വയസ്സാണ് പ്രായപരിധി. അടുത്തത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് 15 ഒഴിവുകളാണുള്ളത്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്തത് സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1 68 ഒഴിവുകളാണുള്ളത്. കെമിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ ഡിപ്ലോമ. ഫിസിക്സ്, കെമിസ്ട്രി ഡിസിപ്ലിനിൽ BSc ആണ് യോഗ്യത. 18 to 24 വയസ്സാണ് പ്രായപരിധി. സ്റ്റൈപ്പൻഡ് ആദ്യ വർഷം 16,000 രൂപ, രണ്ടാമത്തെ വർഷം 18,000 രൂപ. അടുത്തത് സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 2 171 ഒഴിവുകളാണുള്ളത്. സയൻസ്, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച SSCയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച HSCയും ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, ഫിറ്റർ, മെക്കാനിക്കൽ മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ്, ടർണർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ് 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യതകൾ. റിഗർ, പ്ലംബർ, മേസൺ, കാർപ്പൻട്രി, വെൽഡർ ട്രേഡിൽ 1 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് മതി. ലാബ് അസിസ്റ്റൻ്റ് ഡിസിപ്ലിനിൽ 60% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, HSC 18 മുതൽ 22 വയസ്സ് വരെയാണ് പ്രായപരിധി. സ്റ്റൈപ്പൻഡ് ആദ്യത്തെ വർഷം 10,550 രൂപയും രണ്ടാമത്തെ വർഷം 12,500 രൂപയുമാണ് ലഭിക്കുക. 3 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. ആദ്യത്തെ ഘട്ടം പ്രിലിമിനറി ടെസ്റ്റാണ്. ടെസ്റ്റിൽ മാത്തമാറ്റിക്സ്, സയൻസ്, ജനറൽ അവയർനെസ് എന്നിവയിൽ നിന്നായി ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ പരീക്ഷയിൽ ജനറൽ, EWS വിഭാഗത്തിന് 40% മാർക്കും OBC, SC വിഭാഗത്തിന് 30%വുമാണ് പാസ് മാർക്ക്. രണ്ടാമത്തെ ഘട്ടം ബന്ധപ്പെട്ട ട്രേഡിൻ്റെ അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. മൂന്നാമത്തെ ഘട്ടം ട്രേഡ് സ്കിൽ ടെസ്റ്റും. സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ തസ്തികയ്ക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ്. സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1-ൽ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റെല്ലാ തസ്തികയ്ക്കും 100 രൂപ. പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവുമാണ് കേന്ദ്രങ്ങൾ. ഓൺലൈൻ ടെസ്റ്റിന് ചെന്നൈ, കോയമ്പത്തൂർ, കാഞ്ചീപുരം, മധുര എന്നിവിടങ്ങളാണ് കേന്ദ്രങ്ങൾ. അപേക്ഷിക്കുന്നതിനോടൊപ്പം 165 x 125 പിക്സൽസിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ 50 KB സൈസിൽ ഫോട്ടോയും 80 x 125 പിക്സൽസിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ 20 KB സൈസിൽ ഒപ്പും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 14. സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പകർപ്പ് അയക്കേണ്ടതുണ്ട്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.igcar.gov.in എന്ന വെബ്സൈറ്റ് കാണുക.